ബി.ജെ.പി ഭരിക്കുന്ന 2 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് പാലക്കാട്. കഴിഞ്ഞ 2 തവണയായി ബി.ജെ.പി ഭരിക്കുന്ന ഇവിടെ 3-ാം ഊഴം തേടുകയാണ് പാർട്ടി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വിഭാഗത്തെ പാടെ തഴഞ്ഞു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മടക്കി. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ പക്ഷത്തിന് മാത്രമാണ് പട്ടികയിൽ പ്രാതിനിധ്യമുള്ളത്. നഗരസഭാ ചെയർമാൻ പ്രമീള ശശിധരൻ, ബി.ജെ.പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ്, ആർ.എസ്.എസ് മുതിർന്ന നേതാവ് ശിവരാജൻ എന്നിവരൊന്നും പട്ടികയിലില്ല. ഇത് കൂടുതൽ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിയാണ് പട്ടിക സംസ്ഥാന നേതൃത്വം മടക്കിയിരിക്കുന്നത്. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഇത്തവണ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. 2 ഡിവിഷനുകളിലാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പല ഡിവിഷനുകളിലും 15 പേരുടെ പേരുകൾ വരെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. മണ്ഡലം കമ്മിറ്റി ഇടപെട്ട് 3 പേരുടെ പട്ടികയാക്കി ചുരുക്കി. ജില്ലാ പ്രസിഡന്റുമാർക്ക് മത്സരിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി വേണം. ബി.ജെ.പിക്ക് വീണ്ടും സാധ്യത കൽപ്പിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് ഉള്ളത്. ഇത്തവണ ജനറൽ സീറ്റാണ് ചെയർപേഴ്സന്റേത്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ശിവൻ ജയിച്ചാൽ ചെയർമാൻ ആകാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രശാന്ത് ശിവൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്. വിഷയം സങ്കീർണമായതോടെ ആർ.എസ്.എസ് നേതൃത്വം വിഷയത്തിൽ ഇടപെടുമെന്നാണ് വിവരം. പാർട്ടി തീരുമാനിക്കുന്നത് അംഗീകരിക്കുമെന്ന് ശിവരാജനും മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിൽ ശിവരാജന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെ അടക്കം ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് കാണിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയിരിക്കുകയാണ്. അവർക്കെതിരെ കൂടുതൽ സൈബർ അധിക്ഷേപം തുടരുകയാണ്. ഇതും വിഭാഗീയത രൂക്ഷമാണ് എന്നതിന്റെ തെളിവായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അധികാരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അനൈക്യം ശക്തമായാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് നേതൃത്വം ബി.ജെ.പിയിലെ വിഭാഗീയത അവസരമാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ എങ്ങനെ ഇടപെടുമെന്നതും നിർണായകമായ കാര്യമാണ്. ബി.ജെ.പിയിലെ ആഭ്യന്തര കാര്യത്തിൽ കോൺഗ്രസിന് എന്ത് റോൾ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. എന്നാൽ പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു.